കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നോക്കി നിങ്ങൾ എത്തിയോ? രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ജന്മത്തിന് കിട്ടാനില്ല, അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. ചേട്ടാ, ഞങ്ങളുടെ കൂടെ ഇന്നലെ വന്ന ആ കുട്ടിയില്ലേ, അപർണ? ഇവിടെ താഴെ അവളുടെ വീടെന്നാ പറഞ്ഞത്. രാവിലെ അവൾ ഈ വഴിക്കെങ്ങാനും വന്നായിരുന്നോ? അല്ല, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഞങ്ങളുടെ കൂടെ അവിടെ ചായ കുടിക്കാൻ വന്ന കുട്ടിയില്ലേ, അപർണ? അവളുടെ കാര്യം ഞാൻ ചോദിച്ചേ. ഓർക്കുന്നില്ലേ? ഒന്ന് ചുമ്മാതിരി കുട്ടി, ഇങ്ങനെ കളിയാക്കല്ലേ. നിങ്ങൾ രണ്ടുപേരും അല്ലേ വന്നത്? അയ്യോ അല്ല, ഞങ്ങള് 3 പേരുണ്ടായിരുന്നു. അല്ല കുട്ടി, നിങ്ങൾ 2 പേര്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. അല്ല ചേട്ടാ, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അല്ല സാർ, നിങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനല്ലേ നിങ്ങൾക്ക് ആഹാരം തന്നത്. എനിക്ക് ഉറപ്പാ നിങ്ങളുടെ കൂടെ ആരും ഇല്ലായിരുന്നു. അല്ല ചേട്ടാ, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപകടം പറ്റിയ സ്ഥലത്ത് വന്നപ്പോ കണ്ടില്ലേ, ആ കുട്ടിയുടെ കാര്യ ചോദിച്ചത്. ഒന്ന് പോ സാറേ. ഈ കൊച്ചിനെ താങ്ങിക്കൊണ്ട് വന്നപ്പോ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 2 പേര് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അതെ സാർ, ഉറപ്പാ. ആ താഴ്വരയിന്ന് ഇടത്തോട്ട് പോയി 3ാമത്തെ വളവ് കഴിഞ്ഞുള്ള മരത്തിന്റെ അവിടെ നിന്ന് നോക്കിയാ അവളുടെ വീട് കാണാന്ന് പറഞ്ഞായിരുന്നു. എന്റെ അറിവിൽ കുട്ടി പറയുന്ന സ്ഥലത്ത് വേറെ താമസക്കാരില്ല. കൊടും വനോ അത്. അപ്പോ ആ കുട്ടി ആ താഴ്വരയിൽ നിന്ന് ഇടത്തോട്ട് പോയി 3ാമത്തെ വളവ് തിരിഞ്ഞുള്ള മരത്തിന്റെ അവിടുന്ന് നോക്കിയാൽ എന്റെ വീട് കാണാം. ജ്യോതി വാ. വാ പോ.
അയ്യോ ഒന്നുമില്ലമ്മേ, വരുന്ന വഴി ചെറുതായിട്ടൊന്ന് വീണെന്നേ ഉള്ളൂ. അയ്യോ കുഴപ്പമില്ലമ്മേ, ഒരു കുഴപ്പമില്ല അമ്മേ. അയ്യോ കുഴപ്പമൊന്നും ഇല്ലമ്മേ. ജ്യോതിയുടെ താലിയാ, താഴെ കിടന്ന് കിട്ടിയതാ. പവിത്രമായ താലി ഒരു ഭാര്യയുടെ കഴുത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത്ര നല്ലതല്ല. ദാ എന്റെ ദേവി. ഇത് നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി തന്നിട്ട് പോയതാ. എടുത്ത് പരസ്പരം അണിയിച്ചോളുക.
നന്നായി വരും. കൈവിടരുത് ഒരിക്കലും. ഇല്ല, കൈവിടില്ല സ്വാമി. ഇനി അകത്തേർ തൊഴുതുള്ളൂ. അകത്ത് തൊഴാം. ദേവി, താങ്ക് യു സോ മച്ച് ദേവി. ഇതെന്ത് പറ്റിയതാരെ? നിന്റെ മുഖം എന്താ കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നെ? ഇഷ്ടമില്ലാത്തതൊക്കെ നടക്കുമ്പോഴേ ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ. പക്ഷെ എന്ത് ചെയ്യാനാ? ആ, ഇനിയിപ്പൊ അതൊക്കെ കണ്ടല്ലേ പറ്റൂ. എന്ത് കാണാൻ? നീ നോക്കിക്കോ ചിത്രേ, കോടതി കൊടുത്ത 6 മാസം കഴിയും മുൻപ് അവര് തമ്മിൽ അടിച്ചു പിരിയും. എനിക്കത് ഉറപ്പാ. ആ, ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇതിനാവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് കാത്തിരുന്നോ? താരേച്ചി, ഈ കഴിഞ്ഞു പോയതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് അവസാനിക്കണം. ഇനി വരുന്നതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കണം. അതിപ്പോ നന്മയായാലും തിന്മയായാലും. എന്തായാലും അവരിപ്പ ഇങ്ങ് എത്തും. വണ്ടിയും കൊടുത്ത് അർജുനെ വിടാമെന്ന് പറഞ്ഞതാ. അപ്പൊ ഓട്ടോയിൽ വന്നോളാന്ന് പറഞ്ഞു. ഈ 6 മാസം ദാന്ന് പറഞ്ഞു ഓടിപ്പോവും. എന്റെ ഈശ്വരാ, അതിനു മുൻപ് ഡിവോഴ്സ് കിട്ടിയാ മതിയായിരുന്നു. ദേ, അവര് വന്നു തോന്നുന്നു. നമ്മൾ എന്തായി കാണുന്നത്? ഡേക്ക് തന്നെയാണോ ഇത്? ഒന്നും മിണ്ടാതിരിക്ക. ആദ്യം കാര്യം എന്താന്നറിയട്ടെ. നീ അവളുടെ തലയിലെ കെട്ട് കണ്ടോ? കെട്ടല്ല മായച്ചി, ഞാൻ ആ കെട്ടിപ്പിടുത്തം മാത്രമേ കാണുന്നുള്ളൂ. ഡേക്ക് നമ്മുടെ കൈവിട്ട് പോയി മായച്ചി. ഈശ്വര, ഇവര് തമ്മിൽ ഒന്നിച്ചോ? കേറിപ്പോ മോളെ അകത്ത്. എന്താ ജ്യോതി? എന്താ മോളെ? സൂക്ഷിച്ച്. മൈസൺ, മോളെ മുറി കൊണ്ടേ കിടത്ത്. അതൊന്ന് വിശ്രമിക്കട്ടെ. മോളെ സൂക്ഷിച്ച്. പതുക്കെ കയറിപ്പോ, പതുക്കെ. അമ്മേ, എന്താ അമ്മ ഇത്? ഇവിടുന്ന് പോയ DK അല്ലല്ലോ ഇത്. യെസ്, യു ടെൽ ട്രൂത്ത്.
ഇവിടുന്ന് പോയ ഡീക്കയല്ല നിങ്ങളിപ്പൊ കണ്ടത്. ഇതേ പുതിയ ഡീക്കയാ. പുതിയ ഡീക്കയോ? അമ്മ എന്തായി പറയുന്നേ? അത് മക്കളെ, ഇവിടുന്ന് പോകുമ്പോഴേ അവൻ മനസ്സുകൊണ്ട് ജ്യോതിയുടെ ഹസ്ബൻഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ മനസ്സുകൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അവൻ ജ്യോതിയുടെ ഹസ്ബൻഡായി തീർന്നു. ഇപ്പൊ അവനെ പുതിയ ഡീക്കയാ, ജ്യോതിയുടെ ഹസ്ബൻഡായ ഡീക്കെ. അപ്പൊ ഡീക്കെ സുപ്രിയന്റെ മറന്നോ? എന്നോട് അതൊക്കെ എപ്പോഴേ മറന്നു. ഇപ്പൊ അവന്റെ മനസ്സിലേ സുപ്രിയ ഇല്ല, ജ്യോതിയേ ഉള്ളൂ. ആ സത്യമാണ് അമ്മേ പറയുന്നേ? അവരൊന്നിച്ചോ? യെസ് മൈ ബേട്ടി. മൂകാംബിക ദേവി അവരെ ഒന്നിപ്പിച്ചു. ആ സന്നിധിയിൽ വെച്ച് അവര് തമ്മില് വീണ്ടും മാരേജ് കഴിച്ചു. എല്ലാം എന്റെ ഡിക്കിൽ കണ്ണ തന്ന ഹാപ്പിയാ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. എനിക്കെന്തായാലും സന്തോഷായി. ഇപ്പോഴെങ്കിലും ഡി കെ ജ്യോതി മനസ്സിലാക്കിയല്ലോ. മൈ ലിറ്റിൽ കണ്ണ, ഓ നിന്നോടുള്ള താങ്ക്സ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കണ്ണ. ഐ ഡോണ്ട് നോ കണ്ണ. ഇത്രയും കാലം ഞാൻ നിന്നോട് പ്രേ ചെയ്തു. ഇന്ന് നീ അത് ട്രൂത്താക്കി തന്നു. മൂകാംബിക ദേവിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവിടെ ചെല്ലുന്നവർ പിന്നെ ദേവിയുടെ പീപ്പിൾ ആയിട്ട് മാറും. ഡി കെ ജ്യോതിയും രണ്ടായിട്ടാ ദേവിയെ കാണാൻ വേണ്ടി ചെന്നത്. പക്ഷേ ദേവി അവരെ ഒന്നാക്കിയ അവരെ തിരിച്ചുവിട്ടത്. ആ മഹത്വ ദേവിയുടെ കയ്യില്. അവന്റെ ലവ് മുഴുവൻ അവൻ ജ്യോതിക്ക് കൊടുത്തു കണ്ണ. സുപ്രിയ അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. ഇപ്പോ അവിടെ ജ്യോതി മാത്രമേ ഉള്ളൂ. അമ്മേ, ഞങ്ങൾ എന്തൊക്കെയാ അമ്മയെ കാണുന്നത്? അവരുടെ ശത്രുത അവസാനിച്ചോ? സത്യം പറ അമ്മ, അമ്മ കണ്ണനോട് പറഞ്ഞതൊക്കെ നേരാണോ? നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കിനി എന്റെ മകനെ ഓർത്ത് ഒരു ദുഃഖവുമില്ല. കാരണം സുപ്രിയയുടെ പ്ലേസിൽ അവൻ ജ്യോതിയെ എപ്പോഴേ ഇരുത്തി കഴിഞ്ഞു.